ആ ഫീമെയിൽ പോർഷനൊക്കെ ഭക്ഷണം കഴിക്കാൻ വിശന്ന് പുറത്തോട്ടിറങ്ങി പോയ വഴിക്കാണ് കാറിലിരുന്നാണ് അതിൻ്റെ വരികൾ പൊക്കോ മനു പറയുന്നത്. ചെണ്ടമേളം അങ്ങനത്തെ ഒരു ഗാനമേള വൈബ് ഇതായിരുന്നു. പ്ലസ് നമുക്ക് അതിൻ്റെ മ്യൂസിക്കൽ പാർട്ടായിട്ട് നമ്മൾ ബുദ്ധാപെസ്റ്റിൽ നിന്ന് ഒരു 40 പേര് സ്ട്രിങ്സ് വായിച്ചിട്ടുണ്ട്, ലൈക്ക് ചെല്ലോ വയലോസ് എല്ലാം കൂടെ. അതിനുശേഷം നാദസ്വരമുണ്ട്, തവിലുണ്ട് അതിൻ്റെ അകത്ത്. ഇതെല്ലാം ലൈവ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ടെക്നീഷ്യൻസ് സഹിതം ഒരു 90 പേരോളം വർക്ക് ചെയ്തിട്ടുണ്ട് ആ പാട്ടിൽ. പടം വന്നു കഴിഞ്ഞിട്ട് ഈ CG വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും എന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച്. ഞാൻ ഈ CG കാണാതെ ഇരുന്ന് വർക്ക് ചെയ്ത ചില സ്ഥലം CG വന്നു കഴിഞ്ഞപ്പം ഇത് പോരാ, നമുക്ക് കുറച്ചുകൂടെ ബിഗായിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ചിലത് നമുക്ക് മൊത്തം ഈ ഗ്രീൻ ആയിരിക്കുമല്ലോ ബാക്ക്. പിന്നെ പുള്ളി ചെയ്തു വരുമ്പോഴായിരിക്കും വലിയ വെള്ളച്ചാട്ടവും പരിപാടിയൊക്കെ ആയിരിക്കും അവിടെ. അതിനെ ആ കിഡ്നാപ്പ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിൽ അതിനെ തിരിച്ച് വീട്ടിലോട്ട് വരേണ്ട ഒരു സാഹചര്യത്തിലുള്ള അങ്ങനെ ഒരു മ്യൂസിക്, അവർ തമ്മിലുള്ളൊരു ബോണ്ട് അങ്ങനെയാണ്. പക്ഷെ അശ്വിൻ അതിൻ്റെ അത് വേറൊരു പാട്ടുണ്ട്, തീരാശ്വാസമേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ആരും കേട്ടിട്ടില്ല. ഉറപ്പായിട്ടും പിൽക്കാലത്ത് നിങ്ങളെല്ലാവരും അത് കേൾക്കും. ശിവാർത്തിയനായിരുന്നു ഇത് പാടാൻ പറ്റുമോ, കാരണം ഇതൊരു ഇങ്ങനെ ഒരു രാഗ് ബേസ്ഡ് ആയിട്ട് ഇത്രയും കുറേ പ്രശ്നങ്ങൾ പുള്ളിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളതായിരുന്നു പുള്ളി എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഞങ്ങൾ പുഷ് ചെയ്തു, നോക്ക് ഇല്ലെങ്കിൽ മാറ്റാമെന്നുള്ള രീതി. പക്ഷെ നന്നായിട്ട് പാടിയില്ല. ആദ്യം ഇങ്ങനെ വന്നൊരു പടമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് എൻ്റെ മ്യൂസിക്കൊന്നും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അജയൻ്റെ രണ്ടാം മോഷണത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ദിബു നൈനാൻ തോമസ് ആണ് ഇന്ന് നമ്മുടെ അതിഥിയായിത്തിരിക്കുന്നത്. സ്വാഗതം. അഭിമുഖം തുടങ്ങുന്നതിന് മുൻപ് തന്നെ AR റഹ്മാൻ്റെ അനൗൺസ് ഒക്കെ വരുന്നു, അതിൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നു. മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നത്, ക്രൂ ആയിട്ട് വരുന്നത് ദിബു നൈനാൻ തോമസ് ആണെന്ന് പറയുന്നു. നമ്മൾ നോക്കുന്ന സമയത്ത് തമിഴിലെ അതിഗംഭീര ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ. ആള് മലയാളിയാണ് എന്നുള്ളതായിരുന്നു ഞെട്ടിച്ചത്. ദിബു മലയാളത്തിലേക്ക് വരുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ ആ വന്ന ആളൊരു മലയാളിയായിരുന്നു എന്നുള്ളത്. ഏതോ ഒരു സിനിമയിൽ തിലകൻ്റെ ഡയലോഗ് പറഞ്ഞ പോലെ എവിടെയായിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ചതൊക്കെ തൃച്ചിയിലായിരുന്നു. ഞാൻ +2 വരെ കോട്ടയത്ത് പഠിച്ചിട്ട് പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയത്. പിന്നെ അവിടെ തൊട്ട് തമിഴ് അവിടെ കുറേ പാട്ടൊക്കെ ഇങ്ങനെ കമ്പോസ് ചെയ്തു. അങ്ങനെ പിന്നെ ലേറ്റർ ചെന്നൈ പ്ലേസായി മാറി. അങ്ങനെ 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 അവിടെ വർക്കായി പോയി. തമാശയായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം വൈറൽ മെഷീൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഇറങ്ങിയ എല്ലാ പാട്ടുകളും ഓഡിയൻസ് ഏറ്റെടുത്തിട്ടുള്ള വൈറലായിട്ടുള്ള പാട്ടാണ്. അതിൻ്റെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചില പാട്ടുകളുണ്ട് അതിറങ്ങുന്ന സമയത്ത് വൻ ഹിറ്റായിരിക്കും, മില്യൺ വ്യൂസ് ആയിരിക്കും. പക്ഷെ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാട്ടിലേക്ക് ആളുകൾ പോകും. പക്ഷേ എന്നിറങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത ദിബുവിൻ്റെ സോങ്ങിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം മരതകനാണയത്തിലെ പാട്ടായാലും, ഈവൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AR റഹ്മാനിലെ പാട്ടായാലും, അതിന് മുൻപുള്ള ചിത്ത ആയാലും, ഇതിലെ പാട്ടുകളൊക്കെ ആളുകൾ വീണ്ടും 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 കേൾക്കുന്ന പാട്ടുകളാണ്. മെലഡി ആണെങ്കിലും ഇപ്പം AR റഹ്മാനിലേക്ക് വരുന്നതാണെങ്കിൽ മെലഡിയുടെ അപ്പുറത്തേക്കുള്ള ട്രാക്കുകളുണ്ട്. അതിൽ മണിയ എന്ന് പറയുന്ന അതിൻ്റെ ടൈറ്റിൽ ട്രാക്കും അതിൻ്റെ BGM ഒക്കെ ഉണ്ട്. സോ ഈ മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്ന ഇതൊരു കരിയറാക്കി എനിക്ക് തീരുമാനിക്കാം, ഞാൻ ചെയ്യുന്ന സോങ്ങുകൾ ഇങ്ങനെ കുറേ കാലം നിൽക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ മ്യൂസിക് ഡയറക്ഷനിലേക്ക് എപ്പോഴാണ് തീരുമാനിക്കുന്നത്, ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്നുള്ളത് തീരുമാനിക്കുന്നത് എപ്പോഴാണ്? ഈ ആഗ്രഹം എനിക്ക് കുഞ്ഞിലെ തൊട്ടുണ്ട്. ലൈക്ക് എനിക്ക് തോന്നുന്നൊരു 3rd സ്റ്റാൻഡേർഡിലെ 4th സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പിന്നെ ഈ കോട്ടയത്തായിരുന്നു ഞാൻ. അപ്പം അവിടുന്ന് ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിനും പ്ലേ ചെയ്യുക, അങ്ങനെ അവിടെ തന്നെ കുറേ പഠിക്കുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫാമിലിയിൽ ആരും ഇല്ലായിരുന്നു സിനിമയായിട്ട് ബന്ധമുള്ള. അപ്പൻ്റെ സൈഡിൽ നിന്നും അമ്മയുടെ സൈഡിൽ നിന്നും ഇല്ല. സോ എനിക്കങ്ങനെ ഇത് കരിയർ ഗൈഡൻസ് തരാൻ അങ്ങനെ ആരും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എൻജിനീയറിങ്ങിൽ പോവുകയും പിന്നെ അതിന് ശേഷം അതിൻ്റെ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ തിരിച്ചു വരും. ആദ്യം ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ ഉടനെ വീട്ടിലെല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഞാനൊന്ന് ചെന്നൈ പോയായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ആൾക്കാരിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ അവിടെ നിന്ന് പിന്നെ പോന്നിട്ട് പിന്നെ ലേറ്റർ ഞാൻ ന്യൂസിലൻഡിലുണ്ടായിരുന്നു കുറച്ച് സമയം. അപ്പം അവിടെ ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിൻ്റെ ഒരു മെച്യൂരിറ്റി എത്തി. എനിക്ക് എങ്ങനെയാണ് എൻ്റെ പരിപാടികൾ ചെയ്യേണ്ടതെന്നുള്ളതിനൊരു
അറിവായി. പിന്നെ അങ്ങനെ ഞാൻ തിരിച്ചു വരികയും അപ്പം എനിക്ക് അന്ന് തൊട്ടേ ആഗ്രഹം ഇതിൽ തന്നെ വരിക എന്നുള്ളതാണ്, സിനിമയിൽ തന്നെ മ്യൂസിക് ചെയ്യാന്ന്. ഏറെ കണ്ടവർക്ക് അറിയാം ആ സിനിമയുടെ എൻ്റെയർ കഥ ഒരു പാട്ടിലൂടെ ഒളിപ്പിച്ചിട്ട് അവതരിപ്പിക്കുന്നതിന് ചെയ്യുന്നുണ്ട്. അതിനൊരു മറ്റൊരു പ്രത്യേകത, ഇപ്പം ഇതിൻ്റെ ഒരു തിരക്കഥാകൃത്തുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ചില പാട്ടുകൾ മ്യൂസിക് ഇട്ട ശേഷം എഴുതിക്കാറുണ്ട്, ചിലത് വരികൾ എഴുതിയ ശേഷം മ്യൂസിക് ഇടാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഭയങ്കര രസമായിട്ട് സുജിത്ത് പറഞ്ഞു. സുജിത്ത് ചില വാക്കുകൾ ആദ്യം എഴുതി വെക്കുകയും അങ്ങനത്തെ സാധനം പറഞ്ഞു. ഈ ആൽബം അങ്ങനെയായിരുന്നു. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഇതിൻ്റെ ട്രാക്കിൻ്റെ അകത്ത് ഇപ്പം വരികളും ഉണ്ട്, വരികളുടെ ഒരു പ്രീ വരികൾ ആദ്യം തന്നെ ഉണ്ട്, അതിന് മ്യൂസിക് ഇടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഈ ഒരു സംഭവം? കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് കോംപ്ലിക്കേറ്റഡേ അല്ലായിരുന്നു. അതായിരുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചെന്നൈയിലേക്ക് വരുന്നു. ആരൊക്കെ? നമ്മുടെ ഡയറക്ടർ ജിതൻ, സുജിത്ത് ആൻഡ് മനു അഞ്ച്, ഇവർ വരുന്നു. ഇവർ മൊത്തം 2 ദിവസം എങ്ങാണ്ട് അവിടെ സ്പെൻഡ് ചെയ്ത് എൻ്റെ അടുത്ത്. അപ്പം ഫസ്റ്റ് കിളിയെ റെഡിയായി, അതിൻ്റെ ലിറിക്സ് എഴുതുന്നു. ഞങ്ങൾ ബീച്ച് സൈഡിലോട്ട് പോകുന്ന വഴിക്ക് ആ ഫീമെയിൽ പോർഷനൊക്കെ ഭക്ഷണം കഴിക്കാൻ വിശന്ന് പുറത്തോട്ടിറങ്ങി പോയ വഴിക്കാണ്, കാറിലിരുന്നാണ് അതിൻ്റെ വരികൾ മനു പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് ലോക്കായി അങ്ങനെ ആ പാട്ട് ലോക്കായി. സോ കൂരിരുട്ടും അതിനുശേഷം മറ്റേ ബിറ്റ്സോ ഈ അങ്ങവാനം എനിക്കൊന്ന് 1 മണിക്കൂർ കൊണ്ട് കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. എന്നാന്ന് വെച്ചാൽ അത് ഇങ്ങനെ സിറ്റുവേഷൻ പറഞ്ഞു. ജിതിനുണ്ട്. അപ്പം ജിതിൻ ഭയങ്കര ഇച്ചിരി മ്യൂസിക് നോളജ് ഉള്ള ആളാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പുള്ളി ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് ഇങ്ങനെ പിടിച്ചാലോ അങ്ങനെ പിടിച്ചാലോ എന്നപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, പല റെഫറൻസും പരിപാടികളും. അപ്പോൾ ഞാൻ ജിതിനോട് പറഞ്ഞു, ജിതിൻ ഇനി എന്തെങ്കിലും വേറെ പരിപാടി ഉണ്ടോ ഇന്ന് ചെന്നൈയിലെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, എനിക്കിനി രോഹിണി മാമുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്നൊന്ന് പോയച്ചുവാ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പോയി ഒരു 1.5 hours കഴിഞ്ഞപ്പം വന്നു. അപ്പം മനു ഉണ്ടായിരുന്നു, സുജിത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളപ്പം സ്റ്റാർട്ട് ചെയ്ത് അപ്പം ഈ വേർഡ്സ് ഇങ്ങോട്ട് പറഞ്ഞു. ഇങ്ങനെ കുറച്ച്, അതായത് ആമത്തുരുത്തിൽ. അപ്പം ആ കഥ ഞാൻ പുറത്തോട്ട് പറയുന്നില്ല. അപ്പം അതിൻ്റെ അകത്തുള്ള ശരിക്കും പറഞ്ഞാൽ ആ പല്ലവിയിലുണ്ട് ഈ സംഭവം എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ആ ലിറിക്സ് വെച്ച് ഫസ്റ്റ് ഞാനൊന്ന് ചെറുതായിട്ട് കമ്പോസ് ചെയ്തു. എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ചില വേർഡ്സിന് വേണ്ടി കുറച്ച് ഇങ്ങനെ മാറ്റി. അങ്ങനെ അത് ഫസ്റ്റ് ഹാഫ് തീർന്നു. അപ്പം നമ്മൾ പറഞ്ഞത് സെക്കൻഡ് ഹാഫിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത് അവൻ മൊത്തത്തിൽ ഇങ്ങനെ. അപ്പം നമ്മളിങ്ങനെ എല്ലാവരോട് സംസാരിച്ചു, ഓക്കെ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഈ വേൾഡ് ഫുള്ള് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, നിനക്കൊരു വഴി കാണിച്ചു തരും എന്നുള്ളൊരു രീതിയിലേക്ക് പോവാം. സോ അതൊരു മോട്ടിവേഷണൽ ഇതല്ലേ. എന്നിട്ട് അവിടുന്ന് പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞു, നമുക്ക് ഉയർന്നു പോവാ എന്നുള്ളൊരു പരിപാടി ചെയ്യാം എന്നുള്ള രീതി. അങ്ങനെ അതാണ് അവസാനം എഴുതിയത്. അതാണ് ഇപ്പം പറയുന്ന ആ ഒരു പോയിന്റ് ആക്ച്വലി, അല്ലേ? അപ്പം അങ്ങനെയാണ് അത് സ്ട്രക്ചർ ആയത്. ആ സ്ട്രക്ചർ ആയതിന് ഇത്ര സമയം എടുത്തിട്ടുള്ളൂ. പിന്നെ പ്രൊഡക്ഷനാണ്, പിന്നെ സ്ട്രിങ്സിൻ്റെ പരിപാടിയും ബാക്കിയുള്ളതിനൊക്കെയാണ് പിന്നെ ടൈം പോകുന്നത്. കമ്പോസിങ്ങിന് ഞാൻ അങ്ങനെ എപ്പോഴും ഒത്തിരി സമയം എടുക്കാറില്ല, എനിക്ക് ആ പെട്ടെന്ന് കിട്ടുന്നതാണ്. ദിബുവിൻ്റെ ഈ മ്യൂസിക് ക്രെഡിറ്റ്സും പാട്ടുകളുടെ ക്രെഡിറ്റ്സ് എടുത്ത് നോക്കിയ സമയത്തും ഈവൻ ARMൻ്റെ എടുത്ത് നോക്കിയപ്പോഴും ഞാൻ ഭയങ്കര കൗതുകത്തോടെ നോക്കിയിരുന്ന ഒരു സാധനം, മുൻപ് സ്റ്റുഡിയോകളിൽ ഒരുപാട് സംഗീതജ്ഞരൊക്കെ ആയി ഇരുത്തി അവരെ കൊണ്ട് വാദ്യോപകരണങ്ങളൊക്കെ വായിപ്പിച്ച് മ്യൂസിക് ചെയ്യുന്നതെന്നൊക്കെ മാറി ഇപ്പോൾ ഒരു റൂമിൻ്റെ അകത്തേക്ക് തന്നെ പ്രൊഡക്റ്റ്. പക്ഷേ ദിബുവിൻ്റെ ഒറിജിനൽ ഈ മ്യൂസിക് വാദ്യോപകരണങ്ങൾ വായിപ്പിക്കും. ഇപ്പം ഈവൻ ARMലെ ഈ സോങ് ആണെങ്കിൽ പോലും 30ഓളം ചെണ്ട ഉപയോഗിക്കുന്നുണ്ട്, മറ്റു മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി പാട്ടുകളൊക്കെ ഇങ്ങനെ എന്നിട്ട് ഒരു കൗതുകത്തോണ്ട് നോക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ ഈ മ്യൂസിക് ഉപകരണങ്ങൾ ലൈവായിട്ട് വായിച്ച് അതാണ് ഈ പാട്ടിനൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം എന്താ? ജോണർ കൊണ്ടാട്ടോ. ചിലപ്പോൾ എൻ്റെ പടത്തിൻ്റെ റിക്വയർമെൻറ്റ് ഇലക്ട്രോണിക് മ്യൂസിക് പ്രൊഡക്ഷൻ ആണെങ്കിൽ അത് ആ റൂമിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. അത് നമുക്ക് ഒരിടത്തും പോയി അങ്ങനെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ പടത്തിന് റിക്വയർമെൻ്റ് എന്നായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം കിളിയ എന്നുള്ള പാട്ട് അതൊരു 90കളിലുള്ള, അപ്പോൾ അതായിരുന്നു റിക്വയർമെൻറ്റ്. ഓക്കെ, ഒരു 90s വൈബിലുള്ള ഒരു പാട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ലിറിക്സ് അങ്ങനത്തെ ഒരു സംഭവം മതി. ഒരു കിളിയെ തത്തക്കിളിയെ എന്നൊക്കെ വിളിച്ച് അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രേമമൊക്കെ ആ പടത്തിൽ കണ്ടില്ലേ, റേഡിയോയ്ക്കകത്തൂടെയൊക്കെ സംസാരിക്കുക എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. അന്ന് ഭയങ്കര അത്രയും സ്ട്രഗിൾ ചെയ്താൽ അവരൊന്ന് കാണാൻ നോക്കുന്നത്.
പെങ്കൊച്ചാണ് ഫ്യൂസിൻ്റെ അകത്ത് മറ്റേ ഉപ്പ് വാരിയിടുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടമല്ലേ, അപ്പം അങ്ങനത്തെ ഒരു പാട്ട് നമുക്ക് പിടിക്കാം. അപ്പം ലിറിക്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്, കേട്ട് കാണുമല്ലോ അശ്വിൻ. അപ്പം അതിന് ചെണ്ടമേളം അങ്ങനത്തെ ഒരു ഗാനമേള വൈബ് ഇതായിരുന്നു. പ്ലസ് നമുക്ക് അതിൻ്റെ മ്യൂസിക്കൽ പാർട്ടായിട്ട് നമ്മൾ ബുദ്ധാപെസ്റ്റിൽ നിന്ന് ഒരു 40 പേര് സ്ട്രിങ്സ് വായിച്ചിട്ടുണ്ട്, ലൈക്ക് ചെല്ലോ വയലോസ് എല്ലാം കൂടെ. അതിനുശേഷം നാദസ്വരമുണ്ട്, തവിലുണ്ട് അതിൻ്റെ അകത്ത്. ഇതെല്ലാം ലൈവ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ടെക്നീഷ്യൻസ് സഹിതം ഒരു 90 പേരോളം വർക്ക് ചെയ്തിട്ടുണ്ട് ആ പാട്ടിൽ. ഈ ഞാൻ ഇതിൻ്റെ അകത്തൊരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം ഇത്തരം പാട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന രീതിൻ്റെ സമയത്തെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ആണല്ലോ ഡയറക്ടർ പറയുന്നത്. ഞങ്ങൾ കാണുന്നത് എന്ന് വെച്ചാൽ സിനിമ മൊത്തം കാണുന്നു. ഇപ്പോൾ സിനിമയുടെ ഒരു ഘട്ടം എത്തുന്ന സമയത്ത് അവിടെ ഒരു പാട്ടിന് ഒരാവശ്യം വരുന്നു, അവിടെ കറക്റ്റ് ആ പാട്ട് വരുന്നു, കറക്റ്റ് പ്ലേസ് ആവുന്നു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് സ്ക്രിപ്റ്റ് മാത്രമാണ് പറയുന്നത്. അപ്പം ഈ വിഷ്വലിൻ്റെ ഒരു സാധ്യതയൊക്കെ ചിലപ്പോൾ റീ റെക്കോർഡിങ്ങിൻ്റെ സമയത്തൊക്കെ ആയിരിക്കാം ചിലപ്പം വിഷ്വലിൻ്റെ സാധ്യത ഉണ്ടാവാം. അപ്പോൾ ആ സമയത്ത് ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇവർ പറയുന്ന ഈ ഒരു സ്ക്രിപ്റ്റിനെ വിഷ്വലൈസ് ചെയ്ത് കാണുന്നതും അവിടേക്ക് മ്യൂസിക്കിനെ കൊണ്ടുവരുന്നതൊക്കെയുള്ള ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ? ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിതിൻ ഭയങ്കര വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. എനിക്ക് പുള്ളിക്ക് ഇച്ചിരി സമയം കിട്ടിയായിരുന്നു ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനൊക്കെ. അപ്പം പുള്ളി എന്നെ ആദ്യം കൊണ്ട് കാണിക്കുന്നത് തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് സിനിമ പോലെ ഒരു ആനിമേറ്റഡ് പ്രീ വിഷ്വലൈസേഷൻ ഓഫ് ദിസ് സിനിമ. അതിൻ്റെ അകത്ത് കുറേ ഷോർട്ട്സ് ഡിവിഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ആംഗിൾസ് ആണ് വരാൻ പോകുന്നത്, ഇത് ഈ സ്കെയിലിൽ ഇങ്ങനെ വരും എന്ന് പറഞ്ഞ് പുള്ളി കാണിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. ഓക്കെ, ഇതിങ്ങനെയാണ്. അപ്പം അത്രയും പ്രിപ്പയർഡായിട്ടാണ് ആൾ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എളുപ്പം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി. ബട്ട് സ്റ്റിൽ പടം വന്നു കഴിഞ്ഞിട്ട് ഈ CG വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും എന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച്. ഞാൻ ഈ CG കാണാതെ ഇരുന്ന് വർക്ക് ചെയ്ത ചില സ്ഥലം CG വന്നു കഴിഞ്ഞപ്പം ഇത് പോരാ, നമുക്ക് കുറച്ചുകൂടെ ബിഗായിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ചിലത് നമുക്ക് മൊത്തം ഈ ഗ്രീൻ ആയിരിക്കുമല്ലോ ബാക്ക്. പിന്നെ പുള്ളി ചെയ്തു വരുമ്പോഴായിരിക്കും വലിയ വെള്ളച്ചാട്ടവും പരിപാടിയൊക്കെ ആയിരിക്കും അവിടെ. അത് പറഞ്ഞാൽ ഞാൻ ഞെട്ടി. ഞാൻ വിചാരിച്ചിരുന്ന അതിരപ്പള്ളിയുടെ മുകളിലാണ് ആ പോർഷൻ ഷൂട്ട് ചെയ്തിരുന്നത്. അതൊരു നീല ഒരു ടാർപ്പ. അതിൻ്റെ ഒറിജിനൽ ഞാൻ പറയാം പുള്ളിയോട് അതൊന്ന് ചുമ്മാ റിലീസ് ചെയ്യാൻ. കാരണം അത് അതിൻ്റെ ആദ്യം അത് കണ്ടു കഴിഞ്ഞാൽ അവരെന്തുമാത്രം സ്ട്രഗിൾ ചെയ്താൽ അത് എടുത്തെന്നറിയോ. ചുമ്മാ ടോവിനോ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സീനില്ലേ, അത് ഉറപ്പായിട്ട് റിലീസ് ചെയ്യാൻ പറയണത്. അതിൽ നിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു സംഭവം. അടിപൊളി. ഇപ്പം ഈ പടത്തിന് വേണ്ടി മാത്രം ഇപ്പം അതിൻ്റെ BGM സോങ് അപ്പോൾ ഏകദേശം എത്ര ട്രാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ പടത്തിന് മാത്രം? കാരണം ഇപ്പോഴും പൂർണ്ണമായിട്ടെല്ലാം പുറത്തേക്ക് വിട്ടിട്ടില്ലല്ലോ. ഇതിൻ്റെ OSTs കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുക, അതിങ്ങനെ ഓരോന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അതും ഒരു കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ചെയ്തത്. അതായത് ഓരോ ആൾക്കും ഒരു പർട്ടിക്കുലർ ടോൺസും, ഇപ്പോൾ വില്ലൻ ഇങ്ങനത്തെ ഒരു തീം അങ്ങനെയാണ് ചെയ്തത്. അല്ലാതെ ഒരു ഫസ്റ്റ് തൊട്ട് നമ്മളൊരു ബന്ധമില്ലാതെ അല്ല പോകുന്നത്. സോ ഇവർ പ്ലേസ് ചെയ്യുമ്പോൾ ഇത് വരും. ഈവൻ ഇതിൻ്റെ അകത്ത് മേ ബി അത് നാട്ടുകാർ കണ്ടുപിടിക്കട്ടെ, അതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ചില പൊളിറ്റിക്കൽ വ്യൂസിനൊക്കെ അതുപോലത്തെ കുറച്ച് ഇൻസ്ട്രുമെൻസും പരിപാടികളും പ്ലേസ് ചെയ്തിട്ട് അവസാനം ആ ഇൻസ്ട്രുമെൻറ്റ്സ് അപ്സൈഡ് ഡൗൺ ആയി മാറി വേറൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നില്ല, അതല്ലാതെ എന്തായാലും പടത്തിൻ്റെ OTT റിലീസൊക്കെ കൂടി കഴിയുന്ന സമയത്ത് കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. ഇപ്പം ARMൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് മറ്റ് സിനിമകളുടെ ട്രാക്ക്. ഇപ്പം ഏറ്റവും ARM തൊട്ട് മുമ്പേ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചിരുന്നത് ചിറ്റയാണ്. ചിത്തയെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കുന്നു. അതിലെ സോങ് ഈവൻ ആളുകൾ അതിലെ ഒരു പാട്ട് കൺകൾ ഏതോ ആ സോങ്ങിനെ, സോറി എനിക്ക് പാടാൻ അറിയാത്തതോട് പറയാൻ മാത്രമേ, പക്ഷെ എനിക്ക് ആ പാട്ട് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പാട്ട് പാടാൻ അറിയാത്ത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം കൺകൾ ഏതോ എന്ന് പറയും. പിന്നെ ഒരു വേവിന്റെ മോഡലിൽ ആ സോങ് പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ പലപ്പോഴും എടുത്ത് കേൾക്കാറുള്ളത് ഷോ മീ ദ വേ. അതൊരു എന്താ പറയുക, നമുക്കത് കേൾക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒക്കെ ഒന്ന് മോട്ടിവേറ്റ് ആവാൻ, കുറച്ചും കൂടി കാര്യമായിട്ട് ഇപ്പോൾ പണിയെടുക്കാനും ഒക്കെ തോന്നുന്ന ഒരു ട്രാക്കാണ് ഈ രണ്ട് സാധനം. അപ്പം ഇത് രണ്ട് എക്സ്ട്രീമിലും നിൽക്കുന്നതാണ്. ഒന്നൊരു മെലഡിയാണ്, പ്രണയം ഉള്ളൊരു മെലഡിയാണ്, ഒന്നൊരു മോട്ടിവേഷൻ, അങ്ങനെ എന്തൊക്കെ സങ്കടം അത് മാറ്റുന്നത്, അങ്ങനെയുള്ളൊരു സാധനം. സോ ഈ രണ്ട് ട്രാക്കിൻ്റെയും കഥ ഒന്ന് ബിഹൈൻഡ് ദ സ്റ്റോറി കേൾക്കണം എന്നെനിക്ക്. കൺകളേതോ എഗെയിൻ ഇതുപോലെ ഒരു ലവ് ട്രാക്ക്. ആൻഡ് പടത്തിലെ സാഹചര്യം അനുസരിച്ച് ഹീറോ ആയിട്ടുള്ള ആള് ഒരു ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ട് അതിൻ്റെ അകത്ത്.
നിമിഷ ചെയ്ത ക്യാരക്ടർ ഒരു ക്ലീനറാണ്, അവരുടെ ഒരു സൂപ്പർവൈസറാണ് ഹീറോ. സോ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് കാണിക്കുന്നത്. അപ്പം ഒരു ലൈറ്റ് മ്യൂസിക്കിൻ്റെ ഒരു ഇതിലൂടെയാണ് അതിനെ അപ്രോച്ച് ചെയ്തത്. അതിൻ്റെ ആ ഫീമെയിൽ പോർഷൻ ആയിരുന്നു നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ആ സംഗതി. അപ്പം അത് 2-3 പേര് പാടി. പക്ഷേ ആ ഒരു സംഗതി നമ്മളങ്ങോട്ട് തൃപ്തിപ്പെടുത്തുന്നത്, ഞാൻ തൃപ്തിപ്പെടുന്നത് മാത്രമല്ല, ആ ഫ്ലോ വരുന്നില്ല ചിലർക്ക്. ആ ഫ്ലോ ആർക്ക് കിട്ടുന്നു അവരാണ് വിന്നർ, അവരാണ് ആ പാട്ടിൻ്റെ ഓണർ. അങ്ങനെ അപ്പം അങ്ങനെ കാർത്തിക നന്നായി പാടിയത്. പിന്നെ അപ്പുറത്ത് ഓഫ് കോഴ്സ് പ്രദീപാണ് പാടിയത്. അപ്പോൾ അത് അങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് യുഗഭാരതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭയങ്കര വലിയൊരു ലിറിക്സിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അത് എക്സിക്യൂട്ട് ആയത് ഫസ്റ്റ് ചെയ്ത ട്യൂൺ തന്നെയാണ്. മോസ്റ്റ്ലി ഫസ്റ്റ് ട്യൂൺസ് തന്നെ ഇഷ്ടപ്പെടാറുണ്ട്. അപ്പം അങ്ങനെ അത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്തു. ഷോ മീ ദ മീനിങ് ആക്ച്വലി ആ പടത്തിൽ ആ കൊച്ചിൻ്റെ ഒരു സഫക്കേഷൻ ഉണ്ട്. അപ്പം അതായിരുന്നു ഡയറക്ടർ പറഞ്ഞത്. അതിനെ സെക്കൻഡ് ഹാഫിൽ കഥ ഇപ്പോൾ പറയാമോ? കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പം അതിനെ ആ കിഡ്നാപ്പ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിൽ അതിനെ തിരിച്ച് വീട്ടിലോട്ട് വരേണ്ട ഒരു സാഹചര്യത്തിലുള്ള ഒരു അങ്ങനെ ഒരു മ്യൂസിക്, അവർ തമ്മിലുള്ളൊരു ബോണ്ട് അങ്ങനെയായിരുന്നു. പക്ഷെ അശ്വിൻ അതിൻ്റെ അത് വേറൊരു പാട്ടുണ്ട്, തീരാശ്വാസമേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ആരും കേട്ടിട്ടില്ല. ഉറപ്പായിട്ടും പിൽക്കാലത്ത് നിങ്ങളെല്ലാവരും അത് കേൾക്കും. കാരണം ഇത് രണ്ടും ഓഫ് കോഴ്സ് നിങ്ങൾ പറഞ്ഞതല്ല, പക്ഷെ തീരാശ്വാസമേ എന്ന് പറഞ്ഞ പാട്ട് ആണ് ഞാൻ ചെയ്തിട്ട് ഡയറക്ടർ ഭയങ്കരമായിട്ട് പുള്ളി ഇമോഷണലായിട്ട് പുള്ളി എനിക്കൊരു വലിയ ലെറ്റർ തന്നെ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. പക്ഷെ ആ പാട്ട് പടത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ സ്പേസിലല്ല അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മേ ബി ആൾക്കാർ കേട്ടിട്ടുണ്ടാവത്തില്ല. പക്ഷെ അതാണ് ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ട്രാക്ക്. അല്ലേ, ഇതിൻ്റെ അകത്ത് ഞാൻ വളരെ കൗതുകത്തോടെ നോക്കുന്ന സംഭവമാണ് കന എന്ന് പറയുന്ന സിനിമ. ഇപ്പം കനേൻ്റെ അകത്തെ പാട്ടുകളും ഈ പറഞ്ഞ പോലെ തന്നെ ആഘോഷിക്കപ്പെട്ട പാട്ടാണ്. അതിൽ ശിവകാർത്തികേയൻ്റെ മകളെ കൊണ്ട് പാടുക. എനിക്ക് തോന്നുന്നു ശിവയും ദിബുവും ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളും കൂടി ആയിരുന്നു. മകളെ പാട്ട് പാടിപ്പിക്കാം എന്നുള്ളത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതെങ്ങനെയായിരുന്നു ശിവനെ എങ്ങനെയായിരുന്നു കൺവിൻസ് ചെയ്യിപ്പിച്ചെടുത്തത്? ശിവനെ കൺവിൻസ് ചെയ്യേണ്ട വന്നത് പുള്ളി പാടുന്നതാണ്. മകൾ കാരണം നന്നായിട്ട് പാടും, ആ മോള് നന്നായിട്ട് പാടും. അപ്പം ഈ പടം ഞങ്ങൾ ഫ്രണ്ട്സാണ് എല്ലാവരും. കൂടെ പഠിച്ച ആളാണ് അരുൺ രാജ കാമരാജ്, പുള്ളിയാണ് ഡയറക്ടർ. ഒരേ കോളേജിൽ പഠിച്ചവരെല്ലാം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു അപ്പൻ്റെ മകളുടെ ഒരു പാട്ടാണ്. അപ്പം ഈ കുഞ്ഞ് നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പം ഈ പുള്ളിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. ആ സമയത്ത് ആ കൊച്ചിന് 3 വയസ്സോ അങ്ങനെ കണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതിന് ലിറിക്സ് വായിക്കാനുള്ള ഒന്നും അറിയില്ല. അപ്പം ബൈഹാർട്ട് ചെയ്യുക. അങ്ങനെ ബൈഹാർട്ട് ചെയ്തിട്ട് അത് വന്ന് നിന്ന് ഒരു 4 പ്രാവശ്യം ടേക്ക് എടുത്തു. അതിൽ ബെസ്റ്റ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചതാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നത്. ശിവകാർത്തികനായിരുന്നു ഇത് പാടാൻ പറ്റുമോ, കാരണം ഇതൊരു ഇങ്ങനെ ഒരു രാഗ് ബേസ്ഡ് ആയിട്ട് ഇത്രയും കുറേ പ്രശ്നങ്ങൾ പുള്ളിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളതായിരുന്നു പുള്ളി എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഞങ്ങൾ പുഷ് ചെയ്തു, നോക്ക് ഇല്ലെങ്കിൽ മാറ്റാന്നുള്ള രീതി. പക്ഷെ നന്നായിട്ട് പാടിയില്ലേ. പിന്നെ വൈക്കം അന്ന് പാടിയിട്ട് പിന്നെ ഇപ്പം നമ്മുടെ അംഗവാനത്തിലാണ് ഇപ്പം പാടിയിരിക്കുന്നത്. അതും ഈ പറയുന്ന ആളുകൾ ആ സൗണ്ടിന്റെ സെലക്ഷനെ കുറിച്ച് മാത്രം ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. കറക്റ്റ് പ്ലേസ്. ഇപ്പം സുരഭിയുടെ ക്യാരക്ടർ വരുന്നത് ഒരു ഏജ്ഡ് പേഴ്സണാണ്. ഈ കറക്റ്റായിട്ട് ഈ വോയിസ് സുരഭി തന്നെ പാടുന്ന പോലൊക്കെ ഒരു പക്ഷേ ഇവർ രണ്ടുപേരും അറിയാത്ത ആളുകൾ അത് കാണുകയാണെങ്കിൽ മനസ്സിലായി ആ ഒരു ഫീലിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പക്ഷേ ഒരു കുസൃതി ചോദിച്ചോട്ടെ. ഞാൻ ദിബുവിനെ ഈ ഡിസ്കോഗ്രഫി ഒക്കെ നോക്കുന്ന സമയത്ത് ഏറമ്മാണിലേക്ക് മലയാളത്തിൽ, പക്ഷെ ഒരു മലയാള പടത്തിൽ ദിബു വർക്ക് ചെയ്തിട്ടുണ്ട് ഡിസ്കോഗ്രഫി കണ്ടു. പക്ഷെ അതിന്റെ ക്രെഡിറ്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ദിബുവിന്റെ പേരില്ല. പക്ഷെ ദിബു അതിൻ്റെ അത് വർക്ക് ചെയ്ത് അതിന്റെ ബിഹൈൻഡ് ദ സ്റ്റോറി എന്താ? അത് ഒന്നുമില്ല, അത് ആദ്യം ഇങ്ങനെ വന്നൊരു പടമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് എൻ്റെ മ്യൂസിക് ഒന്നും വലിയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മേ ബി അറിയില്ല, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പം എൻ്റെ പാട്ട് അവർ എടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാതെ വേറൊരു ആരോ ആണ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പം പാട്ടിലൊന്നും ക്രെഡിറ്റ് കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ, അതായിരുന്നു എൻ്റെ. അപ്പം പിന്നെ ഞാനത് വിട്ട്. പക്ഷേ ദിബു ചെയ്ത പാട്ട് തന്നെയാണ് അവർ ആ സിനിമയ്ക്ക് യൂസ് ചെയ്തിട്ട്. എൻ്റെ 2 അല്ല 3 പാട്ട് എടുത്തിട്ടുണ്ട് അവർ. യെസ്. അപ്പം ഈ ഫസ്റ്റ് മൂവി ആയിട്ട് പിന്നെ വരുന്നത് മരതക നാണയമാണ്.
തമിഴിൽ. ആ അതെ അതെ. ആ പടത്തിലേക്കുള്ള ഒരു എൻട്രി ഒക്കെ എങ്ങനെയാണ്? മരതെന്നാണ് ആക്ച്വലി ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ ഒക്കെ റെഡിയായി ഞാനിങ്ങനെ പലർക്കും കൊടുത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അരുൺ രാജ അഗെയിൻ ആള് ആക്സിസ് ഫിലിം ഫാക്ടറിയിൽ ഒരു ക്രിയേറ്റീവ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ഇങ്ങനെ ആ പ്രൊഡക്ഷൻ കമ്പനി പുതിയ ആൾക്കാരെ തപ്പി അങ്ങനെ പടം ചെയ്യുന്നൊരു പ്രോസസ്സിലായിരുന്നു. അപ്പം ഈ ശരവണൻ്റെ പടം ഓണായി. അപ്പം എന്നെ ഇങ്ങനെ വിളിച്ചു പോർട്ട്ഫോളിയോ ഒന്ന് കാണിക്കുന്നുള്ള രീതി. അപ്പം ഞാൻ പോയി കാണിച്ചു, ഇഷ്ടമായി. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ആ പടം. അങ്ങനെയാണ് ഓണാവുന്നത്. ഇപ്പം ഈ എഴുതുന്ന ആളുകൾക്കൊക്കെ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവാറുണ്ട്, പറയാറുണ്ട്. ഇത്തരത്തിൽ ഈ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു ക്രിയേറ്റീവ് പണി നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ബ്ലോക്ക് ഉണ്ടാവാറുണ്ടോ? അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ദീപു ചെയ്യാറുള്ളത്? ബ്ലോക്ക് വരാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഞാനിപ്പം ചെയ്യുന്നത് കുടുംബമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും, അതാണ് മെയിൻ. അല്ലാതെ ഞാനങ്ങനെ ഭയങ്കര യാത്ര പോകണമെന്നോ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും റെഡി ആവുന്നുണ്ട്. ഇപ്പം ബ്ലോക്ക് വരുന്ന എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർ നമുക്ക് പ്രഷർ അല്ലെ നമ്മുടെ ചുറ്റി നമുക്ക് ആ പീസ് പോകുന്ന സമയമാണ് ബ്ലോക്ക് ഉണ്ടാവുന്നത് എനിക്ക്. അല്ലാതെ ബ്ലോക്ക് വരുന്നില്ല. ബ്ലോക്ക് വരേണ്ടതൊന്നും സമയമായിട്ടില്ല ഞാൻ. അപ്പം അതുകൊണ്ട് അല്ലാത്ത പക്ഷം ഓക്കെയാണ്. കണ്ടമാനം നമുക്ക് ഈ പ്രഷറോ അല്ലെങ്കിൽ വേറെ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും സംടൈംസ് ഞാനിങ്ങനെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വെക്കും. കാരണം ചില സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ചുറ്റിനുള്ള കാര്യങ്ങളെ. അത്രേ ഉള്ളൂ. ദീപു ആസ് എ പേഴ്സൺ, കമ്പോസർ അല്ല, ആസ് എ പേഴ്സൺ, ഈ പറയുന്ന ഇപ്പം ഒരു വിഷമം വരുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മൂഡാവുന്ന സമയത്ത് പൊതുവെ കേൾക്കുന്ന ട്രാക്കുകളൊക്കെ? ഞാൻ പൊതുവെ പാട്ടങ്ങനെ കേൾക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കും, ഇറങ്ങുന്നൊക്കെ കേൾക്കും, പക്ഷെ അതൊക്കെ വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. പക്ഷെ അവർ റിലാക്സ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഫുൾ ടൈം മ്യൂസിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിലാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി അങ്ങനെ കുറവാണ് ഇപ്പോൾ റീസെൻ്റ്ലി കുറേ നാളായിട്ട്. പക്ഷേ റിലാക്സേഷൻ മേ ബി വല്ല സിനിമ കാണുക. എസ്പെഷ്യലി എനിക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് ഉള്ള പറഞ്ഞ നമ്മുടെ ജോൺസൺ മാഷിൻ്റെ ഒക്കെ മ്യൂസിക് ചെയ്ത പടങ്ങളില്ലേ പഴയ. അപ്പം അത് ഞാൻ ചിലപ്പോൾ കുടുംബമായിട്ട് ഞങ്ങൾ അതിടും. അപ്പം എൻ്റെ മൂത്ത വെച്ച് പറയും, അയ്യോ അഗെയിൻ. അവളെ സംബന്ധിച്ച് അത് ഇച്ചിരി പഴയ പടമാണല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് നമ്മുടെ ഒടുവിലുണ്ണി കൃഷ്ണനും ശങ്കരാടി, തിലകൻ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഈ പഴയ പടങ്ങളില്ലേ, അപ്പോൾ ഭയങ്കര ഫീൽ ഗുഡായിട്ട് തോന്നാറുണ്ട് എനിക്ക്. അതൊക്കെ ഇരുന്ന് കാണും ചില സമയത്ത്. ഈ ഇതിപ്പോൾ ചെയ്ത ട്രാക്കുകളിൽ ഞാനൊരു ഭയങ്കര തമാശയല്ല ക്യൂരിയോസിറ്റിയോട് നോക്കിയുള്ള സാർ, ഒരു മ്യൂസിക് ഡയറക്ടർ അഭിനയിച്ച സിനിമയിൽ ഒരു കിടിലൻ സോങ് ഇറക്കിയിട്ടുണ്ട്, അടിയെ, ബാച്ചിലർ. ജി വി പ്രകാശ് കുമാറാണ് സ്ക്രീനിൽ അഭിനയിക്കുന്നത്, മ്യൂസിക് ചെയ്യുന്നത്. എനിക്കതിന് ആ പാട്ടിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ കൂടിയും അതിൻ്റെ തുടക്കം എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മ്യൂസിക് ബിറ്റ് ചെറിയ ചെറിയ ബിറ്റാണ്, പക്ഷെ കൂടുതലായിട്ട് നമുക്ക് ആ ഗായകന്റെ സൗണ്ട്, കപിലന്റെ സൗണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് കേൾക്കാൻ. അത് മ്യൂസിക് കുറച്ച് ഡൗൺ ആണ്, ഭയങ്കര രസമാണ് അത്. നമുക്ക് ആ മൂഡിലേക്ക് റിക്വയർമെന്റ് അങ്ങനെയായിരുന്നു. അതായത് ലവ് ട്രാക്ക്, അഡ്രിനാലിൻ ഏറ്റവും കൂടുതൽ പമ്പായി നിൽക്കുന്ന ഒരു മൊമെന്റ്. അത് ചാപ്പെണ്ണും ചെറുക്കനും ഒരു അഫെക്ഷനോട് കൂടി നിൽക്കുന്ന ഒരു മൊമെന്റിൽ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഹൈ പിച്ചിൽ നിന്ന് അങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ അകത്ത് കുറേ സ്ക്രിപ്റ്റ് ഉണ്ട് ആ പാട്ടിൻ്റെ അകത്ത്. അതായത് അവൻ ഒരു ആക്ച്വലി ഇച്ചിരി നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിനൊക്കെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബീജത്തിൻ്റെ അകത്തൊരു ദോലക്കും വോയിസസും ഒക്കെ വെച്ചിട്ട് കുറച്ച് ലെയേഴ്സൊക്കെ അവൻ്റെ ക്യാരക്ടറൊക്കെ അതിൻ്റെ അകത്തുണ്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെ പക്ഷേ ഒരു ഡീപ്പ് ഒരു ലവ് ട്രാക്ക് ആയിട്ട് അത് നന്നായിട്ട് അവിടെ വർക്കായി. ഐ മീൻ അവിടെ നല്ല കേട്ടോ. എനിക്ക് ഐ ആം ലക്കി ആക്ച്വലി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം നീ കവിതകളാണേലും ആ ട്രാക്സ് എല്ലാം എനിക്ക് ഇവിടെ നിന്നും ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ട്. ലൈക്ക് കേരളയിലും എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് ഈ എല്ലാ തമിഴ് പാട്ടും. എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നുണ്ട്, ഏത് ഭാഷയിൽ ഇറങ്ങുന്ന പാട്ടും കേൾക്കുകയും ഭയങ്കര ഡീപ്പായിട്ട് കേൾക്കുകയും ചെയ്യുന്ന പ്രത്യേകത. മേ ബി ഇപ്പം AR റഹ്മാന് ശേഷം ഉള്ള അടുത്ത പ്രോജക്റ്റുകൾ മലയാളത്തിലും തമിഴുമായിട്ട് ഏതെങ്കിലുമൊക്കെ പ്രോജക്റ്റുകൾ വരാനിരിക്കുന്നുണ്ടോ? തമിഴിലിപ്പം ഞാൻ 3 ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് നടക്കുന്നു, വർക്ക് നടക്കുന്നു.
പിന്നെ മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ മ്യൂസിക് ഡയറക്ടർ ഇപ്പം സിനിമ മ്യൂസിക് എന്നുള്ള രീതിയിൽ തന്നെ, പക്ഷേ എന്നാൽ പോലും ദ സെയിം ടൈം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഒരു അതിന് എനിക്ക് തോന്നും ഒരു 15 വർഷത്തിൽ നിന്നുള്ള ഭയങ്കര ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 15 വർഷം മുമ്പേ ഞാൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയുന്ന നേരം നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ ചിലപ്പം എതിർപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു കരിയറായിട്ട് തന്നെ നമുക്ക് പോകാം എന്നുള്ള വിശ്വാസത്തിലേക്ക് എടുക്കാൻ പറ്റുന്നതും ആ സോങ് ആളുകൾ കേൾക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും സെൻസേഷണലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹനുമാൻ കൈൻഡിൻ്റെ ട്രാക്കാണ്. അതൊരു സിനിമയുടെ ട്രാക്കല്ല. സോ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഒരു സാധ്യത എത്രത്തോളമാണ് ദിബുവിൽ നിന്ന് സിനിമ മ്യൂസിക് അല്ലാത്ത ഇൻഡിപെൻഡൻറ്റ് വർക്കുകൾ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു ബൗണ്ടറി ഇല്ല. ഐ മീൻ നമ്മുടെ ഒരു ഫ്രീഡം ഓഫ് വർക്ക് ഭയങ്കര ഹൈ ആണ്. അതിൻ്റെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുമല്ലോ. അത് ഭയങ്കരമായിട്ട് വളർന്നു വരുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. ഫ്യൂച്ചർ അതിലോട്ട് ഇപ്പം നേരത്തെ ചോദിച്ചില്ലേ പണ്ട് അങ്ങനെ ഇറങ്ങുന്നത്, പണ്ട് നമ്മളതിനെ ഇപ്പം നിങ്ങൾ അതിനെന്നാ പറഞ്ഞേ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ പണ്ട് അതിനെ ഒരു ആൽബം എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആര് ചോദിച്ചില്ല ആൽബത്തിലാണോ അങ്ങനെ ചോദിക്കുന്നത് തന്നെ ഒരു പുച്ഛമനോഭാവത്തിൽ ചോദിക്കുന്നവരുണ്ടായിരുന്നു അല്ലേ. അതിൽ നിന്ന് ഇത്ര മാറിയില്ലേ, അടുത്ത ലെവലിലോട്ട് അത് പോകും. ഐ എം റിയലി ഹാപ്പി. ഓക്കെ. ഈ പ്രദീപ് കുമാർ എന്ന് പറയുന്ന സിംഗറെ ഒരു പക്ഷേ മലയാളികൾ ആദ്യമായിട്ടൊക്കെ ഫീൽ ചെയ്ത് കേട്ട് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു നീ കവിതകളായി എന്ന് ആ സോങ് മരതകനാടത്തിലെ ആ സോങ്ങാണ്. അതിനുശേഷവും പ്രദീപിൻ്റെ തന്നെ പാട്ടുകൾ ദിബുവിൻ്റെ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രദീപിനൊരു സൗണ്ടിനൊരു യുണീക്നെസ് പൊതുവെയുള്ള ഇൻഡസ്ട്രിയിലുള്ള മറ്റു ഗായകരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു യുണീക്നെസ് ഉണ്ട്. സോ ഈ ഒരു അസോസിയേഷൻ മ്യൂസിക് ഡയറക്ടർ സിംഗർ എന്നുള്ള അസോസിയേഷനെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ? പ്രദീപ് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. പുള്ളിയും ട്രിച്ചിക്കാരനാണ്. ഇപ്പം ഞാൻ ചെന്നൈ തിരിച്ചു വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ കണക്റ്റഡാണ്. പിന്നെ പുള്ളിയുടെ വൈഫ് കല്യാണി ആണ് നമ്മുടെ സ്ട്രിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. സോ ഞങ്ങൾ വളരെ ഫാമിലി ആയിട്ട് കണക്റ്റഡാണ്. അപ്പം നീ കവിതകളാൽ പിന്നെ ചിത്ത കൺകളേതോ അങ്ങനെ പാടിയിട്ടുണ്ട്. വെരി ബോൺ ടാലൻറ്റഡ് ആണ് പുള്ളിയുടെ ആ ടെക്സ്ചർ, ആ സൗണ്ട്. എനിക്കെല്ലാവരെയും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത് കേട്ടോ. അതായത് ഈവൻ കപിൽ ആലോചിച്ച് നോക്കിയാൽ കപിലിൻ്റെ വോയിസും ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ. എല്ലാവരും നമുക്ക് പാടുന്ന ഈവൻ ഇപ്പോൾ വൈക്കത്തിനെ കുറിച്ച് ചോദിച്ചില്ലേ, അവരുടെ ആ വോയിസിലുള്ളൊരു ഇമോഷൻ അതല്ലേ വർക്ക് ആവുന്ന പല സമയത്തും. സോ അവരെല്ലാം ട്രൂ ആർട്ടിസ്റ്റുകളാണ്, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ അത്രേ ഉള്ളൂ. എ.ആർ.റഹ്മാനെ കുറിച്ച് സംസാരിച്ചല്ലോ. ഇപ്പം ഇതിൻ്റെ അകത്ത് പല സിംഗേഴ്സ് ഉണ്ട്. ഇപ്പം വൈക്കം വിജയലക്ഷ്മി ഉണ്ട്, കെ.എസ്. ഹരിശങ്കർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ രസമായിട്ട് തോന്നിയത് ഇപ്പം മണിയ എന്ന് പറയുന്ന ട്രാക്കിൻ്റെ അകത്ത് തക 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 എന്ന് പറയുന്ന വായ്ത്താരി, അങ്ങനെ ഇപ്പം ക്രെഡിറ്റ് ഉള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ഗായകർ അതിൻ്റെ അകത്തേക്ക്. അപ്പം ഈ സിംഗേഴ്സിനൊക്കെ ചൂസ് ചെയ്തത് എങ്ങനെയാണ് എ.ആർ.റഹ്മാനിലെ ഈ ഗാനങ്ങളിലേക്ക്? വൈക്കം ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ആ വോയിസ് കറക്റ്റായിരുന്നു. ഹരിശങ്കർ ആക്ച്വലി ഭയങ്കര അടിപൊളിയൊരു സിംഗറല്ലേ. അപ്പം പുള്ളിക്ക് ഭയങ്കര ഒരു പവറുള്ളൊരു ട്രാക്ക് ആണ് ഇത്. അപ്പോൾ അങ്ങനെ പുള്ളി പാടിയാൽ നന്നായിരിക്കും തോന്നി. പുള്ളി അത് അടിപൊളിയായിട്ട് പാടുകയും ചെയ്തു. പിന്നെ അനില ഈ ഫീമെയിൽ പാടിയത്, പുള്ളിക്കാരി ആക്ച്വലി എൻ്റെ ഒരു 3-4 പടം മുന്നേ തൊട്ട് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ട്രാക്സ് പാടുന്നതും അങ്ങനെ അങ്ങനെ. അപ്പം ഐ തോട്ട് ലൈക്ക് ഇത് കറക്റ്റായിരിക്കും അനിലേക്കെന്ന് തോന്നി. പിന്നെ ചാരു ഹരിഹരൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ കൂരിരുട്ടൻ, ഞാനൊരു അരുൺ രാജ വോയിസിലൊന്നും ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അടിപൊളിയായിട്ട് പാടിയ ഒരു ആർട്ടിസ്റ്റാണ് ചാരു ഹരിഹരൻ. പിന്നെ ഈ തകതക അതൊരു ഗ്യാങ് ഉണ്ട് നമുക്ക് ചെന്നൈയിൽ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ഗ്യാങ്, ലൈക്ക് ഷൺബഗരാജ്, സന്തോഷ് ആൻഡ് അവരൊരു 6-7 പേരുണ്ട്. അതിലൊരു 4 പേരാണ് ഇതിൽ പാടിയിരിക്കുന്നത്. എനിക്ക് തോന്നാം കൗന്തോട്ടത്തിൽ നിന്നൊക്കെയുള്ള അരവിന്ദ് ശ്രീനിവാസ്, അങ്ങനെ അവരൊരു കുറേ പേരുണ്ട് ആക്ച്വലി. അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ടീം അവർ. അപ്പോൾ അത് എൻ്റെ ഫസ്റ്റ് പടം തൊട്ടേ ഉള്ള അവർ അതിൻ്റെ അകത്ത് ആ ട്രാക്ക് അവരാണ് പാടിയിരിക്കുന്നത് ആക്ച്വലി. ഓക്കെ. അപ്പം ഹരിശങ്കറിനെ കുറിച്ച് പറഞ്ഞ സമയത്താണ് ഇവൻ ജിതിൻ പറയുന്നുണ്ടായിരുന്നു ദിബുവിൻ്റെ പേര് ജിതിനിലേക്ക് ഫസ്റ്റ് മെൻഷൻ ചെയ്യുന്നത് ഹരിശങ്കറാണ്. ഹരി ആക്ച്വലി എനിക്ക് ഒരു തമിഴ് പാട്ട് പാടിയിട്ടുണ്ട്, പേസാത മൊഴിയെ. അത് കേൾക്കണം കേട്ടോ. ഓക്കെ. പേസാത മൊഴിയെ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ട്.
അങ്ങനെയാണ് ഞങ്ങൾക്ക് പരിചയം. അപ്പം എനിക്ക് തോന്നുന്നു ജിതിൻ ഇങ്ങനെ ഒരു പുതിയ ആളെ തപ്പുന്ന സമയത്താണ് ഹരി ആക്ച്വലി പറഞ്ഞ ഇങ്ങനെ ഒരാളുണ്ട്, ഒന്ന് കേട്ടു നോക്കുന്നുള്ള രീതി പറഞ്ഞത്. ഇപ്പം ദിബുവിൻ്റെ കയ്യിൽ നിന്ന് ഇനിയും ഒരുപാട് ട്രാക്കുകൾ കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. ARM പോലെ അതിഗംഭീര സിനിമകൾ ദിബുവിൻ്റെ ഇതായിട്ട് വരട്ടെ. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ അകത്ത് ഒരുപാട് വർക്കുകൾ ദിബുവിൻ്റെ അടുത്ത് ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.